ശ്രീ രാഹുൽ ഈശ്വർ ഈ ഷൈൻ ടോം ചാക്കോയുടെ സംഭവം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ മാത്രമല്ല മലയാളം സിനിമയിൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ പല പേരുകളും വന്നതാണ്. പക്ഷേ അവരിലേക്കൊക്കെ ഒരു അന്വേഷണം എത്താതിരിക്കാൻ കൂടുതൽ ഷൈൻ ടോം ചാക്കോയെ ഇനി ഉപദ്രവിക്കേണ്ട എന്നൊരു നിലപാട് എവിടെ നിന്നോ ഉണ്ടായിട്ടുണ്ട്. ഏതോ ഒരു തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയത്. അയാൾ ഇപ്പോൾ സ്വതന്ത്രനായി വിഹരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായത്. അപ്പോൾ ഈ സിനിമാ ലോകം, ഈ മലയാള സിനിമാ ലോകം ആരെയാണ് ഭയക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ മയക്കുമരുന്ന് മാഫിയ അങ്ങേയറ്റം ഈ മലയാള സിനിമയിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം, വളരെ കൃത്യമായി അറിയാം. ഇപ്പോൾ നോക്കൂ, സംവിധായകരടക്കം ഇപ്പോൾ പ്രതിപട്ടികയിലാകുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. ആരെയാണ് യഥാർത്ഥത്തിൽ ഭയക്കുന്നത് ഇവരെല്ലാം? നീലിമാജി, രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഷൈൻ ടോം ചാക്കോയെ കേസിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന തെറ്റാണ്, ജീവിതത്തിലേക്ക് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ രണ്ടായി തന്നെ കാണണം. അതായത് കേസിൽ നിന്ന് രക്ഷിക്കാനും അദ്ദേഹത്തെ വെളുപ്പിച്ചെടുക്കാനും ശ്രമിക്കുന്നത് തീർച്ചയായും തെറ്റാണ്. എന്നാൽ അദ്ദേഹത്തെ നന്മയുടെ പാതയിൽ നിയമ നടപടിക്ക് ശേഷം ജീവിതത്തിലേക്ക് രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു ഡിഫൻസ് ഒരുക്കുകയാണ്. ഞാൻ പലപ്പോഴും പല വേദികളിലായി പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ എല്ലാ വിഷയങ്ങൾക്കും രണ്ട് വശമുണ്ട്, പക്ഷേ ഡ്രഗ്സിന് രണ്ട് വശമില്ല. അതായത് ലോകത്ത് എന്ത് വിഷയത്തിൽ നമ്മൾ ഡിബേറ്റിന് പോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് വശം ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഒരു രണ്ട് വശമില്ല, ഒറ്റ വശമേ ഉള്ളൂ. അത് തിന്മയുടെ വശമാണ്, അത് പാപത്തിന്റെ വശമാണ്, അത് ഈവിളിന്റെ വശമാണ്. ആ വശത്തെ എതിർക്കാൻ കഴിയണം. ലാലേട്ടൻ പറയുന്നത് പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അതിന് രണ്ട് വശങ്ങളോ രണ്ട് തരങ്ങളോ ഇല്ല. അവിടെയാണ് സ്ട്രോങ് ആയ ആക്ഷൻ, പോലീസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വേണം. രണ്ട്, നമ്മുടെ കണക്കുകൾ നോക്കുക. NDPS അടക്കമുള്ള കണക്കുകൾ നോക്കിയാൽ 27,000-ഓളം കേസുകളും 33,000-ഓളം അറസ്റ്റുകളും കേരളത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ 3 ഇരട്ടിയും 6 ഇരട്ടിയും വലിയ സംസ്ഥാനങ്ങളിൽ പോലും ഇല്ല. അതായത് തമിഴ്നാട്ടിലോ പഞ്ചാബിലോ ഉത്തർപ്രദേശിലോ നമ്മുടെ ഒരുപാട് ഇരട്ടി ജനസംഖ്യയുള്ള സ്ഥലങ്ങളാണ്. അവിടെ പോലും ഇത്രയും കേസുകളില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ന്യായം പറയാം, അതൊരു തൊടുന്യായമാണ്, നമ്മുടെ പോലീസിംഗ് ബെറ്റർ ആയതുകൊണ്ടാണ്. പാർഷ്യലി അത് ശരിയാണ്, നമ്മുടെ പോലീസിംഗ് കുറെ കൂടെ മികച്ച രീതിയിലാണ്. പക്ഷെ അതുകൊണ്ടല്ലല്ലോ, പോലീസിംഗ് കാരണമല്ലല്ലോ കേസുകൾ കൂടുന്നത്. കേസുകൾ ഉള്ളതുകൊണ്ട് പോലീസ് കണ്ടെത്തുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊരു സീരിയസ് വിഷയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ശ്രീ വിനു കിരിയത്ത് സാറൊക്കെ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് സിനിമാ മേഖലയിൽ നമുക്ക് പരിചയമുള്ളവരും നമ്മുടെ അടുത്ത് നിൽക്കുന്നവരും സുഹൃത്തുക്കളും ഒക്കെ പലപ്പോഴും ഇതിൽ പെട്ടുപോവുകയാണ്. അവിടെയാണ് ഇതിൽ രണ്ട് രീതിയാണുള്ളത്. ലോകം മുഴുവൻ ഈ സമീപനമാണ്. ഒന്നൊരു സപ്ലൈ സൈഡാണ്, രണ്ടൊരു ഡിമാൻഡ് സൈഡാണ്. സപ്ലൈ സൈഡിനെ നിഷ്കരുണം തല്ലി തകർക്കാൻ നമുക്ക് കഴിയണം. അതിന് യാതൊരു ദയയും നമ്മൾ വിചാരിക്കേണ്ട. എന്നാൽ ഡിമാൻഡ് സൈഡ് പ്രശ്നം, ഈ സപ്ലൈ സൈഡ് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കുറെ നാളുകളായി ഈ മലയാള സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് മട്ടാഞ്ചേരി മാഫിയയെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. സിനിമാ ലോകം നിയന്ത്രിക്കുന്നുണ്ട്, മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന വലിയൊരു ശക്തി തന്നെയാണ് മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള തരത്തിൽ പല പ്രത്യക്ഷ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട്. അവർ തന്നെ ഈ ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നു എന്ന വളരെ പരിതാപകരമായ, അങ്ങേയറ്റം നമുക്ക് ഉത്കണ്ഠയുളവാക്കുന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരാണ് സംരക്ഷിക്കുന്നത്? ഈ സപ്ലൈ ചെയിനെ തടഞ്ഞു നിർത്താൻ, ഈ കണ്ണികൾ പൊട്ടിക്കാൻ ആർക്കാണ് ധൈര്യം എന്നുള്ളതല്ലേ ഇപ്പോഴത്തെ പ്രശ്നം. അവിടെയാണ് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കുറെ കൂടെ സ്ട്രോങ് നടപടികൾ ഉണ്ടാകണം. മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയാണ്, സാധാരണക്കാരുടെ അല്ല. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഒരു മാഫിയ കണക്കെ നമ്മുടെ കേരളത്തിലേക്ക് ഈ ഡ്രഗ്സ് കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ പലപ്പോഴും നമ്മുടെ കേരളത്തിന് ബാഹ്യമായ ശക്തികൾക്ക് പോലും റോൾ ഉണ്ടോ, അന്താരാഷ്ട്ര ശക്തികൾക്ക് റോൾ ഉണ്ടോ എന്ന് നമ്മളാരും പറയുന്നതല്ല, ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഒരു ടാർഗറ്റഡ് ഇന്റർവെൻഷൻ നടത്തുകയാണോ എന്ന സംശയം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അതായത് ഇന്റലിജൻസ് ബ്രീഫിംഗ് അടക്കമുള്ള ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ നമ്മൾ സംശയിക്കുന്ന സ്വാഭാവികമല്ലേ. ഇവിടെയാണ് ഓപ്പിയം വാർ എന്ന് പറയുന്ന ചരിത്രം നമ്മൾ ഓർക്കേണ്ടത്. അതായത് ബ്രിട്ടീഷുകാർ ചൈനയെ നശിപ്പിക്കാനായി ചൈനയിലെ യുവാക്കളിലേക്ക് ഓപ്പിയം, കറുപ്പ് കടത്തി. ചൈന അതിനെതിരെ പ്രതിഷേധിച്ചു. അങ്ങനെയാണ് ചരിത്രത്തിൽ നമ്മൾ സ്കൂൾ പുസ്തകങ്ങളിൽ പഠിക്കുന്ന ഓപ്പിയം വാർ ഉണ്ടാകുന്നത്. കേരളത്തിലേക്ക്, സൗത്ത് ഇന്ത്യയിലേക്ക്, മംഗലാപുരം വഴി, ഗോവ വഴി അടക്കം പലപ്പോഴും ഇത് വരുന്നത് അപകടകരമായ രീതിയാണ്. ഇത് പെട്ടുപോകുന്ന സാധാരണക്കാരാണ് പലപ്പോഴും. അവർ ഇതിന്റെ പിന്നിലുള്ള വലിയ കോൺസ്പിറസി ഒന്നും അറിയുന്നില്ല. പകരം സാധാരണ ജനങ്ങൾ, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ യുവാക്കൾ, അവർ TV കണ്ടോ അല്ലെങ്കിൽ സിനിമ കണ്ടോ ഫാസിനേറ്റഡ് ആയി ഇതിന്റെ പുറകെ പോകുന്നത് വലിയ ഇഷ്യൂ ആണ്. കേരളീയം ബാക്കിയെല്ലാം നമുക്ക് മറക്കാം, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ, എനിക്ക് 2 മക്കളുണ്ട് വീട്ടിൽ, ആൺകുട്ടികളാണ്. നമുക്കതിന് പേടിയുണ്ട്, പെൺകുട്ടികളും ചില യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതുകൊണ്ട് കേരളം ഒരുമിച്ച് നിന്ന് ബാക്കിയെല്ലാം മറന്ന് ഈ മാഫിയ, ഡ്രഗ് മാഫിയകളെ എതിർക്കാൻ ഒരുമിച്ച് മുമ്പോട്ട് വരണം.